എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൈൻമാസ്റ്റർ ഉപയോഗിച്ച് മൊബൈലിൽ വളരെ ഈസി ആയിട്ട് എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ആകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലൊരു ഭാഗത്തേക്കാണ് വരുന്നത്. അതിൽ ഈ വലത് സൈഡിലായിട്ട് ഒരുപാട് തംബ്നെയിലുകൾ നമുക്ക് കാണാം. അത് മുൻപ് ചെയ്തു വെച്ച വീഡിയോയുടെ തംബ്നെയിലുകളാണ്. ഇനി നമുക്ക് എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കാം. അതിന് കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോക്ക് ആവശ്യമായിട്ടുള്ള ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 16:9 എന്ന റേഷ്യോ സെലക്ട് ചെയ്തു. അപ്പോൾ ഇതുപോലൊരു ഭാഗത്തേക്ക് വന്നു. ഇവിടെയാണ് നമ്മൾ വീഡിയോ, ഓഡിയോ, ഫോട്ടോസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വലത് ഭാഗത്തായിട്ട് മുകളിൽ ഒരുപാട് ഓപ്ഷനുകൾ കാണാം. മീഡിയ, ഓഡിയോ, വോയിസ്, ലെയർ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു വീഡിയോ ആഡ് ചെയ്ത് എങ്ങനെ നോക്കാം. അതിന് മുകളിൽ കാണുന്ന മീഡിയ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ 2 വീഡിയോ സെലക്ട് ചെയ്യുന്നുണ്ട്. ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ 2 വീഡിയോ ഇവിടെ പ്ലേസ് ആയിട്ടുണ്ട്. ഇനി ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വലത് സൈഡിലായിട്ട് ഒരുപാട് ഓപ്ഷനുകൾ കാണാം. അതിൽ മുകളിൽ കാണുന്ന ഒരു കത്രികയുടെ ചിഹ്നമുണ്ട്. അത് വീഡിയോയിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ എങ്ങനെ കട്ട് ചെയ്ത് മാറ്റാമെന്നുള്ള ഒരു ടൂളാണത്. നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയുടെ ഈ ആദ്യ ഭാഗത്ത് നിന്ന് എത്രത്തോളം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം എന്ന് നോക്കാം. അതിന് ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് ഈ റെഡ് ലൈന് കാണുന്ന ഭാഗം നമുക്ക് എത്ര ആവശ്യമുള്ളത് അവിടെ കൊടുന്ന് പ്ലേസ് ചെയ്യുക. ശേഷം ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അപ്പോൾ ആ ഒരു ഭാഗം കട്ടായി പോയി. ഇനി അതല്ല നമുക്ക് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നിന്നാണ് കട്ട് ചെയ്ത് വെക്കണമെങ്കിൽ ഇതുപോലെ അവസാന ഭാഗത്തേക്ക് കൊണ്ട് പ്ലേസ് ചെയ്തിട്ട് രണ്ടാമത് കാണുന്ന ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേ ഹെഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഭാഗം കട്ടായി പോയി. ഇനി അതല്ല നമുക്ക് ഈ വീഡിയോയുടെ ഇടയിൽ എവിടെ നിന്നെങ്കിലാണ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് അവിടെ പ്ലേസ് ചെയ്ത് ശേഷം മൂന്നാമത് കാണുന്ന സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2 പാർട്ടായിട്ട് മാറി. അപ്പോൾ നമുക്ക് ഇനി ആവശ്യമുള്ള ഭാഗം അതുപോലെ പ്ലേസ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത ഭാഗം നമുക്ക് അവിടുന്ന് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് ഒരു വീഡിയോ കട്ട് ചെയ്തതിൽ വീഡിയോയിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യൽ. ഇനി നമുക്ക് കട്ട് ചെയ്തൊന്നും റെഡി ആയിട്ടില്ലെങ്കിൽ ഇതുപോലെ മുകളിൽ കാണുന്ന അൺഡു എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്തിട്ട് പഴയതുപോലെ തന്നെ ആക്കാൻ സാധിക്കും. ഇനി അതിൽ രണ്ടാമത് കാണുന്ന ഒരു ഭാഗം അത് വീഡിയോ നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കേണ്ടതാണ്. നമുക്ക് വീഡിയോയുടെ തുടക്കത്തിലും ലാസ്റ്റും ഇതുപോലെ വീഡിയോ ക്രോപ്പ് ചെയ്ത് എങ്ങനെ എടുക്കാൻ നോക്കാം. അതിന് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം സ്ക്രീനിൽ ഇതുപോലെ ടച്ച് ചെയ്ത് നമുക്ക് എത്രത്തോളം കട്ട് ചെയ്യണം, ക്രോപ്പ് ചെയ്ത് മാറ്റണം എന്നുള്ളത് നോക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. പിന്നെ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ക്രോപ്പായി സൂം ഔട്ടായിട്ട് ഇതുപോലെ വരും. ഇനി അതല്ല അതിൻ്റെ ലാസ്റ്റ് ഭാഗത്താണ് അതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അതുപോലെ നമുക്ക് ക്രോപ്പ് എടുക്കാൻ സാധിക്കും. ഇതുപോലെ ക്രോപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി അതിൽ കാണുന്ന മൂന്നാമത് കാണുന്ന സ്പീക്കറുടെ ചിഹ്നം കാണാം. സ്പീക്കറുടെ ഒരു ചിഹ്നം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഉള്ള ഓഡിയോയുടെ സൗണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഏറ്റവും 200 വരെ നമുക്ക് ഇതിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ ലെഫ്റ്റ് റൈറ്റ് ചാനൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. അതുപോലെ പിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി അതിന് നേരെ താഴെ കാണുന്ന ഒരു ഭാഗം നോക്കാം, ക്ലിപ്പ് ഗ്രാഫിക്സ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഗ്രാഫിക്സുകളൊക്കെ നമുക്കിതിൽ കൊടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെയുള്ള ഗ്രാഫിക്സുകളൊക്കെ വീഡിയോയിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിവിടെ നമുക്ക് എത്രത്തോളം വേണമെന്നുള്ളത് ഈ ഒരു യെല്ലോ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോയിൽ എത്രത്തോളം വേണമെന്നുള്ളത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി അതിൽ കാണുന്ന മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് സ്പീഡ് കൺട്രോൾ. നമുക്ക് വീഡിയോയുടെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാം. സാധാരണ 1x നമുക്ക് 4x, 8x അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ, 2x ഇതുപോലുള്ള ഒരുപാട് സ്പീഡ് കൺട്രോൾ ചെയ്യാനൊക്കെ നമുക്ക് ഇവിടെ സാധിക്കും.
ഇനി അടുത്തതായിട്ട് വരുന്നത് റൊട്ടേറ്റ് ആൻഡ് മിററിങ് ആണ്. നമുക്ക് വീഡിയോ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനും ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ നമുക്ക് മിററിങ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ ഇതുപോലെ തന്നെ മിറർ രൂപത്തിലായിട്ട് വരും. പിന്നെ അടുത്തതായിട്ടുള്ള ഓപ്ഷന് ഇതിൽ കളർ ഫിൽറ്ററുകൾ ആഡ് ചെയ്യാനുള്ളതാണ്. അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ ഫിൽറ്ററുകൾ ഇതിൽ ഒരുപാട് കളർ ഫിൽറ്ററുകൾ ഉണ്ട്. ആവശ്യമുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതുപോലൊക്കെ കൊടുക്കാൻ സാധിക്കും. ഇനി അടുത്തത് വരുന്നത് കളർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമുക്കിതിൻ്റെ കോൺട്രാസ്റ്റ് ബ്രൈറ്റ്നെസ് ഒക്കെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. കളർ അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ഉള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതിൽ അടുത്തതായിട്ട് വരുന്നത് ഇതിലേക്ക് എങ്ങനെ ഒരു ഓഡിയോ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിന് കാണുന്ന ഓഡിയോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഗാലറിയിലുള്ള ഓഡിയോസൊക്കെ ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് ആവശ്യമായിട്ടുള്ള മ്യൂസിക്കുകൾ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് കൊടുക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇവിടുന്ന് ഈ ഒരു മ്യൂസിക് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഡിയോ ഇതിലേക്ക് ആഡായിട്ടുണ്ട്. ഇനി ഈ ഓഡിയോയുടെ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ കാണുന്ന സ്പീക്കർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൗണ്ട് കൂട്ടുക കുറക്കാനുള്ള ഓപ്ഷനുകളൊക്കെ ഇതിൽ ഉണ്ട്. ഇനി നേരെ പുറത്ത് കാണുന്ന ലെയർ എന്നതിൽ എന്തൊക്കെയുള്ളത് നോക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. മീഡിയ എഫക്റ്റ്, ഓവർലേ, ടെക്സ്റ്റ്, ഹാൻഡ് റൈറ്റിങ്. അതിൽ നമുക്ക് ഈ വീഡിയോയിൽ ഒരു ലോഗോയോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസോ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ ലെയറിൽ ക്ലിക്ക് ചെയ്ത് മീഡിയ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിൽ നിന്ന് ആവശ്യമായിട്ടുള്ള നമ്മുടെ ലോഗോസോ മറ്റ് ഫോട്ടോസൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ എൻ്റെ ഒരു ചാനൽ ലോഗോ ആഡ് ചെയ്യാണ്. നമുക്കിതിൻ്റെ വലുപ്പം കുറക്കാനും അതുപോലെ റൊട്ടേറ്റ് ചെയ്ത് വെക്കാനൊക്കെ നമുക്ക് സാധിക്കും. നമുക്ക് എത്രത്തോളം ഇത് ഈ വീഡിയോയിൽ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. ഈ വീഡിയോയിൽ മുഴുവനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അതിൽ കാണുന്ന രണ്ടാമത്തെ ഭാഗത്താണ് എഫക്റ്റ് എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എഫക്റ്റുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് കൂടുതൽ എഫക്റ്റുകൾ വേണമെങ്കിൽ ഈ ഗെറ്റ് മോർ എന്നത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിലൊരു എഫക്റ്റ് എന്നുള്ളത് ഗോഷൻ ബ്ലറാണ്. നമുക്ക് ഈ വീഡിയോയുടെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗം നമുക്ക് ബ്ലറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗോഷൻ ബ്ലർ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഒരു ഭാഗം എനിക്ക് ബ്ലറാക്കണമെങ്കിൽ ഇത് കൊടുക്കുക. അത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ശേഷം താഴെ കാണുന്ന ഈ ഒരു യെല്ലോയിൽ ക്ലിക്ക് ചെയ്ത് എത്രത്തോളം ഈ വീഡിയോയിൽ വേണമെന്നുള്ളതൊക്കെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതിൽ കാണുന്ന മൂന്നാമത്തെ ഒരു ഭാഗമാണ് ഓവർലേ എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് സ്റ്റിക്കറുകളൊക്കെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലത്തൊക്കെ ഇമോജീസും സ്റ്റിക്കറുകളൊക്കെ ഇതുപോലെ ആഡ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് വീഡിയോയിൽ കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാനുള്ളതാണ്. അതിൽ ടെക്സ്റ്റിൽ കൊടുക്കുക. ശേഷം നമുക്ക് ഇവിടെ നമ്മളെ ചാനൽ പേരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ സാധിക്കും. എൻ്റെ ചാനലിൻ്റെ പേര് ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ പ്ലേസ് ചെയ്തതിന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്കിതിന് ഈ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള കളറുകളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഫോണ്ടുകൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഫോണ്ടുകളൊക്കെ മാറ്റി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ കപ്പാസിറ്റി കുറയ്ക്കണമെങ്കിൽ ഇത് ഇവിടെ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒപ്പോസിറ്റിയൊക്കെ നമുക്കിതിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇൻട്രോ ചെയ്യുന്ന ഭാഗത്ത് ഒരു ആനിമേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ആനിമേഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ ആനിമേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആവശ്യമായിട്ടുള്ള ആനിമേഷൻ. പിന്നെ നമുക്കിത് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി അടുത്തതായിട്ട് വരുന്നത് ഇതിൽ നമുക്ക് ലൈവായിട്ട് എങ്ങനെ വോയിസ് കൊടുക്കുക എന്നുള്ളത്. അതിന് ഈ കാണുന്ന വോയിസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലൈവായിട്ട് വോയിസ് കൊടുക്കുക. വോയിസ് ഓവർ കൊടുത്തിട്ട് നമുക്കത് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഓൾറെഡി ഈ ഒരു വീഡിയോയിൽ ഇൻബിൽട്ടായിട്ട് ഒരു ഓഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് ഒക്കെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ സ്പീക്കർ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഞാനിപ്പോൾ മൊത്തത്തിലൊന്ന് കുറച്ച് വെക്കുകയാണ്. ശേഷം ഒക്കെ കൊടുക്കുക. അതല്ല നമുക്ക് ഇനി ഈ ഒരു ഓഡിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഈ കത്രിക ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ എക്സ്ട്രാക്റ്റ് ഓഡിയോ എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ താഴെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. അത് എടുക്കണം.
അത് നമുക്ക് ഇനി എഡിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യാം. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ കാണുന്ന ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയിട്ട് പോകുന്നതാണ്. ഇനി ഇവിടെ താഴെ ഒരു 2 വീഡിയോയ്ക്ക് ഇടയിൽ ഒരു വൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സ് കാണുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വീഡിയോ നിന്ന് മറ്റൊരു വീഡിയോക്ക് പോകുന്ന സമയത്തുള്ള ട്രാൻസാക്ഷൻ എഫക്റ്റുകൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതിന് ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്, ഒരുപാട് എഫക്റ്റുകൾ ഇതിൽ ഉണ്ട്. അതിൽ ഇതുപോലത്തെ ഒരുപാട് എഫക്റ്റുകളൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്, ഓക്കെ കൊടുക്കുക. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള ഒരുപാട് ട്രാൻസാക്ഷനൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്ത ഈ ഒരു വീഡിയോസ് നമുക്ക് എങ്ങനെ സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ നമ്മൾ ചെയ്ത വീഡിയോ ഇവിടെ കിടക്കുന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഷെയർ ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ വീഡിയോയുടെ ക്വാളിറ്റി നമ്മളോട് ചോദിക്കും, നമുക്ക് എത്രത്തോളം ക്വാളിറ്റി വേണോ, HD വേണോ, ഫുൾ HD വേണോ, HD വേണോ എന്നുള്ളത്. ഞാനിവിടെ ഫുൾ HD സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം എക്സ്പോർട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ നമ്മളെ ഫോണിൽ സേവ് ആവുന്നതാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ബേസിക്കായിട്ട് ഒരു കൈൻമാസ്റ്ററിൽ എഡിറ്റ് ചെയ്യൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും.